ഹലോ, അസ്സാം വലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ല. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീണ്ടും ഇവിടെ സൗദിയിലെത്തിയിട്ടോ, ജിദ്ദയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഇന്ന് പറയുന്ന പോലെ തന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ. ഇതൊരു തനി നാടൻ കറിയാണ്. അപ്പോൾ അതിൽ വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത്. ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതാ ഒരു വലിയ സൈസുള്ള ഒരു ഉള്ളിയാണ് ഞാൻ എടുത്തത് കേട്ടോ. ചെറിയതാണെങ്കിൽ 2 എടുക്കുക, വലുതാണെങ്കിൽ ഒറ്റൊന്ന് മതി. എന്നിട്ട് ആ ഉള്ളി ഒന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആകണ വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി, ഞാനിവിടെ വന്നപ്പോൾ ഫസ്റ്റ് തന്നെ അന്ന് തന്നെ ചെയ്ത് വെച്ച പണി ഇതാണ് കേട്ടോ, ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടാക്കി വെക്കൽ. ഇതിങ്ങനെ അരച്ച് വെച്ചതില്ലെങ്കിൽ എനിക്ക് ഈ കിച്ചണിൽ കയറാൻ തന്നെ ഭയങ്കര മടിയാണ്. അപ്പോൾ വേഗം എന്തുണ്ടാക്കണമെങ്കിലും ഈ ഒരു സാധനം കയ്യിൽ വേണം. ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ ഒരു പച്ചമുളകൊന്ന് മാറുന്ന വരെ ഒരു 10 സെക്കൻഡോളം ഇതൊന്ന് വഴറ്റിയെടുക്കുക. അതൊന്ന് വാടിയെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു വലിയ സൈസുള്ള ഒരു തക്കാളിയും ഒരു 3-4 പച്ചമുളക് കൂട്ടുക. പച്ചമുളക് എരിവില്ലാത്തതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്തത്. അത് രണ്ടും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തക്കാളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് ഒരുപാട് അങ്ങ് വാടി എന്താ പറയുക, കളറൊന്നും മാറണ്ട. ഈ ഒരു വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, ആ ഒരു രീതിയിൽ മതി. ഇനിയിപ്പോൾ പൊടികളാണ്, 1 ടീസ്പൂൺ മതി കേട്ടോ. മുളക് പൊടി 1 ടീസ്പൂണാണ് ചേർത്തത്. പിന്നെ കൂടുതൽ വേണ്ടിയ മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഒരു 3 ടേബിൾ സ്പൂൺ നിറച്ച് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അളവ് പറയുകയാണെങ്കിൽ 3 ടേബിൾ സ്പൂൺ. അതും കൂടി ചേർത്തതിന് ശേഷം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഗരം മസാലേൻ്റെ പൊടിയാണ് വേണ്ടി കേട്ടോ. അപ്പോൾ അത് 1 ടീസ്പൂണാണ് വേണ്ടി. എൻ്റെ കയ്യിലുള്ളത് അങ്ങനത്തെ ചെറിയ അതാണ്, അതുകൊണ്ടാണ് 3 പ്രാവശ്യം ഇട്ടത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രയും പൊടികൾ ഇട്ട്, ഒരുപാട് പൊടികളൊന്നും ഇല്ലില്ല. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി. മുളക് പൊടി കുറച്ച് മതി, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ അതിലേക്ക് 1 കിലോ ചിക്കൻ വൃത്തിയാക്കി വെച്ചതാണ്, കറി കട്ട് ചെയ്തത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഈ ഒരു നമ്മൾ വഴറ്റി വെച്ച മസാലയും ചിക്കനും ഒക്കെ നന്നായിട്ട് വാടി വരുന്നവരെ, ജസ്റ്റ് ഒന്ന് കളർ മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നല്ല തിളച്ച വെള്ളം വേണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ചിക്കൻ ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. വെന്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഇനി അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് തിളയൊക്കെ വന്നിട്ടുണ്ട്. ഇനി മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം ചെറിയ സിമ്മിൽ വേവിച്ചെടുക്കുക. ഒരു 10 മിനിറ്റ് അല്ല മാക്സിമം 15 മിനിറ്റ് കേട്ടോ. ഇനിയിപ്പോൾ അത് വേവണ നേരം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ വറുക്കാനുണ്ട്. അപ്പോൾ 1 കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തത് കേട്ടോ. ചിരണ്ടിയ തേങ്ങ 1 കപ്പ്. അതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് പെരിഞ്ജീരകമാണ് കേട്ടോ. വലിയ ജീരകം, അതാണ് പെരിഞ്ജീരകം. അപ്പോൾ അത് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 ടീസ്പൂൺ നിറച്ച് ഞാൻ പെരിഞ്ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂണാണ് എടുത്തത്. ഇനി ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. വറുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ചെറിയ തീയിൽ വറുത്തെടുക്കണം കേട്ടോ. തീ കൂട്ടി വെച്ചിട്ട് വറുത്തെടുത്താൽ അത് വേറെ ടേസ്റ്റാണ്. അതുപോലെ തന്നെ തീ കുറച്ച് വെച്ചിട്ട് വറുത്തെടുക്കുന്നതിന് വേറെ ടേസ്റ്റാണ്. അപ്പോൾ കുറച്ച് വെച്ചിട്ട് തന്നെ കുറച്ച് സമയം എടുത്തിട്ട് ഇതേപോലെ ഒന്ന് വറുത്തെടുക്കണം. ബ്ലാക്ക് കളറിലേക്ക് പോകരുത്. ഈ ഒരു ഗോൾഡൻ കളറിലാകുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. ഇങ്ങനെയാണേ വേണ്ടത്, നല്ലൊരു ഗോൾഡൻ കളർ ആയിരിക്കണം. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഇത് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. മിക്സിയിലിട്ടിട്ട് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക, നല്ല പേസ്റ്റ് പോലെ. ഇപ്പോൾ അത് നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തതാണ്. ഇതിന് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ ആ കറി ഞാനൊരു 10 മിനിറ്റ് തിളച്ചതിന് ശേഷമാണ് ഇത്. ഇനി ഇതിലേക്ക് ഇപ്പം നമ്മൾ ആ ഒരു ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല കറക്റ്റ് പാകത്തിലാണ് ഉള്ളത് കേട്ടോ. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് നമ്മൾ വേവിച്ചെടുക്കേണ്ടത്. ഇത് കുക്കറിലൊന്നും ചെയ്യേണ്ടിയില്ല. കുക്കറിൽ വെക്കുകയാണെങ്കിൽ 1 വിസിൽ മതി. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ആ ഒരു അരച്ച് വെച്ച തേങ്ങ ഒഴിച്ചു കൊടുക്കുക. കംപ്ലീറ്റ് തേങ്ങ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇത് കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. കുറച്ച് ലൂസായിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ആ ഒരു മിക്സി ഒന്ന് കഴുകിയിട്ട് ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്, ഈ ഒരു തേങ്ങ നമ്മൾ വറുത്തതാണെങ്കിലും ഇതിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു 1-2 മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോഴാണ് ആ ഒരു തേങ്ങയൊക്കെ നന്നായിട്ട് കറിയായിട്ട് യോജിച്ച് നല്ലൊരു ഫ്ലേവറിലേക്ക് എത്തുക. തേങ്ങ നമ്മൾ വേവിച്ചതാണെങ്കിലും ഇതിൽ ചേർത്തതിന് ശേഷം ഒരു 1-2 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ. ഇപ്പോൾ നന്നായിട്ട് തിള വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ലാസ്റ്റ്. ഞാൻ സിമ്മിലാക്കി വെച്ചതാണ്. ഇനി നമുക്ക് തീ കൂട്ടി വെക്കാം. അതാ തീ കൂട്ടി വെച്ചാൽ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് വെന്തോട്ടെ. ഒരു മിനിറ്റ്, ഒരു മാക്സിമം 1 മിനിറ്റ് മതിയാവും കേട്ടോ. തിളച്ച് കഴിഞ്ഞാൽ ഇതാ നന്നായിട്ടൊന്ന് തിള വന്നു കഴിഞ്ഞാൽ റെഡിയാണ്. ഈ സമയത്ത് നിങ്ങൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നോക്കിയ സമയത്ത് കുറച്ച് ഉപ്പ് കുറവുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 1/2 ടീസ്പൂണും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ നിങ്ങൾ നോക്കിയിട്ട് എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി.
ഇപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള തേങ്ങ വറുത്തരച്ച കോഴിക്കറി റെഡി ആയിട്ടുണ്ട്. എന്തിൻ്റെ കൂടെ നമുക്ക് കഴിക്കട്ടോ, പത്തിരിയോ ചപ്പാത്തിയോ പൊറോട്ട എന്തിൻ്റെ കൂടെ നല്ല മാച്ചാണ്. നാടൻ കോഴിക്കറിയാണ്, അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന പത്തിരിയാണ്. അപ്പോൾ പത്തിരിക്ക് വേണ്ടിയിട്ട് ഞാൻ പുഴുങ്ങലരി ചൂടുവെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ് കേട്ടോ. തിള വരുന്നതിന് തൊട്ട് മുന്നേ തീ ഓഫ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഏത് അരിയാണോ ചോറ് വെക്കുന്നത് അതിലിട്ട് വെച്ചിട്ട് തീ ഓഫ് ചെയ്താൽ മതി. ഇപ്പോൾ നന്നായിട്ട് കഴുകി കൊണ്ടുവന്ന അരി നന്നായിട്ട് അരച്ചെടുത്തതാണ്. വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ടാണ് അരച്ചെടുക്കേണ്ടത്. അരച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അടുത്ത അരിൻ്റെ അളവ് എന്ന് പറയുന്നത് 2 കപ്പ് അരിയാണ് ഞാൻ പൊതിർത്തിയത് കേട്ടോ. അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഇത് നമ്മൾ ടൈറ്റായിട്ട് നമുക്ക് കുഴച്ചെടുക്കണമല്ലോ. നമുക്ക് പത്തിരിക്ക് വേണ്ടി ആ ഒരു പാകത്തിലേക്ക് ഇതിനെ കുറച്ചൊന്ന് കട്ടിയാക്കി എടുക്കണം. അപ്പോൾ അത് ഒറോട്ടിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കണത്. ഒറോട്ടിപ്പൊടി കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന പത്തിരിയിൽ ഇടിയപ്പത്തിനൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. പക്ഷേ ഇത് ചേർക്കുന്ന സമയത്ത് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. ഇതുണ്ടെങ്കിൽ ഇതന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ പത്തിരിപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒറോട്ടിപ്പൊടിയും വാങ്ങിക്കാനൊക്കെ കിട്ടും കേട്ടോ, റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാൻ കിട്ടും. ആമീസ് ഒറോട്ടിപ്പൊടി എന്നൊക്കെ പറഞ്ഞിട്ട്, അജ്മി ഒറോട്ടിപ്പൊടി, പത്തൽ പൊടി എന്നൊക്കെ പറയുന്നത് അതാണ് സാധനം. അപ്പോൾ അത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് ടൈറ്റ് ആക്കരുത്, ഈ ഒരു പാകത്തിലാണ് വേണ്ടത്, കുറച്ചൊരു ലൂസായിട്ട്. ഇനിയിപ്പോൾ നമ്മളിതാ കയ്യിൽ കുറച്ച് എണ്ണ ഒന്ന് തടവിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉരുളെടുത്തിട്ട് നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ കൈ കഴുകി വന്നാൽ പിന്നെ കയ്യിലൊട്ടൊന്നുമില്ല കേട്ടോ. അത്രയും ലൂസാണല്ലോ എന്ന് വിചാരിച്ചിട്ട് പേടിക്കൊന്നും വേണ്ട. ആ ഒരു പാകത്തിലായിരിക്കണം. ഒരുപാട് അങ്ങ് ടൈറ്റ് ആക്കി കഴിഞ്ഞാൽ നമ്മളിത് പത്തിരി ചുട്ട് കഴിഞ്ഞാൽ പത്തിരിക്ക് ഭയങ്കര ഉറപ്പായിരിക്കും. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ചൊരു ഈ ഒരു പാകത്തിൽ, അപ്പോൾ ഇതിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും, അതുപോലെ നമ്മൾ ടൈറ്റ് ആക്കാൻ പാടുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചൂടായ തവയിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഇങ്ങനെ കൈ വെച്ചിട്ടൊന്ന് പരത്തിയെടുത്താൽ മതി. ഇനിയിപ്പോൾ ഈ ഒരു രീതിയിൽ പരത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കവർ വെച്ചിട്ട് കവറിൽ പരത്തിയതിൻ്റെ ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതാ ഫസ്റ്റത്തെ പത്തിരി ഞാൻ പരത്തി കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ രണ്ടാമത്തും ഇതേപോലെ തന്നെ പരത്തിയെടുക്കാം. ഒരുപാട് അങ്ങ് കട്ടിയൊന്നും വേണ്ട, കുറച്ചൊരു നൈസും എന്നാലും ഭയങ്കര തിന്നായിട്ട് നമ്മൾ നൈസ് പത്തിരി പോലെ ആക്കരുത്, കുറച്ചൊരു തടി വേണം കേട്ടോ. അപ്പോൾ അതാ എല്ലാം പരത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു 4 ഞാൻ പരത്തിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഇട്ടത് വേഗം വേഗം മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഫസ്റ്റ് ഇട്ട 2 ആദ്യം മറിച്ചിട്ടത്. പിന്നെ അതാ അടുത്ത രണ്ടാമത്തവും കൂടെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഓരോ ഭാഗം ആവുന്നതിനനുസരിച്ച് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക കേട്ടോ. ഓരോ ഭാഗം ആവുന്നതിനനുസരിച്ച് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ടൊന്ന് പൊള്ളി വരും. ആ പൊള്ളി വരുന്ന വരെയാണ് നമ്മളിത് വേവിച്ചെടുക്കേണ്ടത്. ഇനി അതങ്ങനെ ഓരോ ഭാഗം ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ അത് പൊള്ളി വരും. ചിലതൊന്നും ഇങ്ങനെ പ്രസ് ചെയ്യാണ്ട് തന്നെ ഫുള്ളായിട്ട് അങ്ങ് പൊള്ളി വരും കേട്ടോ. ഞാനിപ്പോൾ ഇത് ഫസ്റ്റത്തതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നന്നായിട്ട് ബോൾ പോലെ പൊള്ളി വരും. അങ്ങനെ പൊള്ളി വന്നു കഴിഞ്ഞാൽ ഒരു 10 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 15 സെക്കൻഡൊക്കെ പൊള്ളി വന്നതിന് ശേഷം വെക്കുക. അതിന് ശേഷം നമുക്കിത് കല്ലിൽ നിന്ന് എടുക്കാം കേട്ടോ. ഇങ്ങനെ ഓരോന്നും തിരിച്ചും മറിച്ചു വിട്ടിട്ട് നന്നായിട്ട് ഇതിനൊന്ന് പൊള്ളിച്ചെടുക്കുക. പണ്ട് ഈ പത്തിരി നമ്മൾ ചുടുന്ന സമയത്ത് കുറച്ച് നല്ല കട്ടിയിലൊക്കെ അതിനോട്ടോ ചുടല്. ഇപ്പം പിന്നെ എല്ലാവരും കുറച്ച് നൈസാക്കി ചുടാൻ വേണ്ടി തുടങ്ങി. ഇപ്പം എല്ലാവരും ഈ ഒരു രീതിയിൽ കുറച്ച് നൈസായിട്ടാണ് പരത്തിയെടുക്കുന്നത്. പക്ഷെ ഈ ഒരു ഒറോട്ടിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ചെറിയൊരു കട്ടി വേണം കേട്ടോ. ഞാൻ ഈ വീഡിയോയിൽ കാണിച്ച പോലെ ചെറിയൊരു കട്ടി വേണം. വല്ലാണ്ട് ഇങ്ങനെ നൈസാക്കി കഴിഞ്ഞാൽ ഈ ഒരു പത്തിരിന്റെ ടേസ്റ്റ് വേറെ മാറിയിട്ട് പൊടിപ്പത്തിരിന്റെ ഒരു ടേസ്റ്റിലേക്കാണ് പോവുക. അപ്പം അത് നന്നായിട്ട് എല്ലാം പൊള്ളിച്ചെടുത്തിട്ടുണ്ട് ഓരോന്നോരോന്നാക്കിയിട്ട്. നമ്മൾ ഒറോട്ടിയും ഇവിടെ ബാക്കിയെല്ലാം ഞാൻ ഇതേപോലെ തന്നെ ചുട്ടെടുക്കുന്നുണ്ട്. ഈസിയാണ് ഉണ്ടാക്കാൻ. ഏത് അരി ഉപയോഗിക്കാം കേട്ടോ. പുഴുങ്ങലരി എന്ന് പറഞ്ഞിട്ടുള്ള മഞ്ഞ കളറിലുള്ള അരി ഏത് ഉപയോഗിക്കാം, കുറുവയോ പൊന്നിയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇപ്പം അതാ എല്ലാ പത്തിരിയും ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം അതാ പത്തിരി മൊത്തം ഞാനിവിടെ കാസറോളിൽ ചുട്ട് വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി പത്തിരിയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല താള് പോലത്തെ പത്തിരി എന്ന് പറയില്ല, അങ്ങനത്തെ പത്തിരിയാണ് കേട്ടോ. തീരെ ഉറപ്പൊന്നും ഉണ്ടാവില്ല. നല്ല താള് പോലത്തെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പത്തിരി. ഇനിയിപ്പോൾ നമ്മൾ കറി ഒന്ന് വേറെ പാത്രത്തിലേക്ക് ഞാൻ വിളമ്പുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള കറിയാണ്, സൂപ്പർ ടേസ്റ്റിയാണ്. നല്ല തനി നാടൻ കറി എന്നൊക്കെ പറയാം. എന്നാലിത് നാടൻ കറിയാന്ന് വിചാരിച്ചിട്ട് നമുക്ക് വേറെ ഒന്നിൻ്റെ കൂടെ കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ ഇല്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഫ്ലേവറാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. പൊറോട്ട ആണെങ്കിലോ ചപ്പാത്തിയോ നാനോ എന്തിൻ്റെ കൂടെയും കഴിക്കാം നമുക്ക്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഞങ്ങളിവിടെ എത്തിയതിന് ശേഷമുള്ള ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോവണ്ട. അതുപോലെ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ഞാനൊരു 10 പ്ലേറ്റിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ അതാ ആ ഒരു കറി ഒഴിച്ചാൽ ഇത് രണ്ടും കൂടിയിട്ടുള്ള കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. ഒന്നുകിൽ ഈ ഒറോട്ടി അല്ലെങ്കിൽ നമ്മളെ നൈസ് പത്തിരി, കോഴിക്കോടൻ പത്തിരി, അതായാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റിയാണ്. അപ്പം ഇൻഷാ അല്ലാഹ് ഇനി അടുത്തതിൽ കാണാം. അസ്സലാമു അലൈക്കും.